അൾട്ടോന്റെ പൈസക്ക് റിഡ്സ് കൊണ്ടാണ് ഫുൾ ഓൺ കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ഒരു 1.95 കിട്ടിയ കൊടുക്കാം. ഇത് നമുക്കൊരു 3.95 കിട്ടിയ കൊടുക്കാം. 3.95. ഒരു ഓൾട്ടോന്റെ പ്രൈസിന് ഒരു ഡീസൽ 7 സീറ്റർ വണ്ടി അല്ലേ? നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും. ലോൺ 3 ലക്ഷം വരെ ലോൺ 65 രൂപ ഡീസൽ വണ്ടി കൊണ്ടുപോകും. അപ്പൊ നമ്മൾ വീണ്ടും റിയൽ ചോയ്സിലാണ്. നല്ല മെക്കാനിക്കൽ വണ്ടി കേട്ടോ, ക്വാളിറ്റി വണ്ടി. ഒരു ഒച്ചപ്പാടോ കാര്യങ്ങൾ പുതിയ വണ്ടി ഓടിക്കണമാര് ഇപ്പോഴും 10 വണ്ടി ഓടിച്ചു. ലോ കിലോമീറ്റർ ഓടിയ നല്ല SUV കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ഉണ്ടാവും. ഏകദേശം നമുക്ക് 2-4 ലക്ഷമൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് നല്ല ക്വാളിറ്റി വാഹനങ്ങൾ, നല്ല ഡീസൽ വാഹനങ്ങൾ, 7 സീറ്റർ വാഹനങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ എർട്ടിക ഡീസൽ വരുന്നുണ്ട്. ഒരു ടാക്സി ഒക്കെ നോക്കുന്നവർക്ക് നമുക്ക് ലാസ്റ്റ് പാർട്ടിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞതാണ്. ലിവകൾ ഒരു 4-5 ലിവകൾ ഉണ്ട്. അതേപോലെ തന്നെ വാഗ്നർ ഒക്കെ നോക്കുന്നവർക്ക് ഇഷ്ടംപോലെ വാഗ്നേഴ്സ് ഉണ്ട്. സ്വിഫ്റ്റ് ഡീസൽ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അർഷക്, നമ്മുടെ റിയൽ ചോയ്സിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ എന്ന് പറയാം. ലൊക്കേഷൻ ഇത് മലപ്പുറം ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ള നമ്മുടെ സ്ഥാപനത്തേക്ക്. അത് പെരിന്തമണ്ണ പാലക്കാട് ബൈപ്പാസിലാണ്. ബൈപ്പാസിലല്ല? അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോ കാണിക്കും. സോ നമ്മൾ ജസ്റ്റ് നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഏത് നമ്പറിൽ വിളിച്ചാലും ഉടനെ നമ്മൾ ഫോൺ എടുക്കും ചെയ്യട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് സമയത്ത് നിങ്ങൾക്ക് നമ്പർ കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് ഏത് വാഹനത്തിനാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വോയിസ് വിടുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ റിപ്ലൈ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഹായ് ഒക്കെ വിടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, വാഹനം എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് 2 കൂട്ടർ നമുക്ക് ഒന്നുകൂടി സൗകര്യമായിരിക്കും. സോ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഡീസൽ വാഹനത്തിൽ തുടങ്ങാം അല്ലെ? ഒരു 7 സീറ്റർ നിങ്ങൾ വരുന്നുണ്ട്. അതിന് മുമ്പ് ഒരു ബഡ്ജറ്റ് സ്വിഫ്റ്റ് അല്ലെ? ഡീസലാണ്, KL 14 നമ്മള് കാസർഗോഡ് രജിസ്ട്രേഷന്. മോഡൽ 2008 വണ്ടിയാണ്. 2008 4-5 മോഡൽ ഷിഫ്റ്റുകൾ എടുത്തിട്ടുണ്ട്. 4-5 മോഡൽ ഡീസൽ വണ്ടികൾ തന്നെ ഉണ്ട്. ന്യൂ മോഡൽ ഡീസൽ വണ്ടി. അപ്പൊ ഇത് നമുക്ക് വീഡിയോ അല്ലേ വരുന്നത്? AC ഫസ്റ്റ് ഫോട്ടോ പാർവിന്റെ സ്ക്രീന് കാര്യങ്ങൾ, നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ്, അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 2008 ആണ്. അപ്പൊ പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. പുതിയ പേപ്പർ 5 വർഷത്തെ പേപ്പർ കാര്യങ്ങൾ എല്ലാ വണ്ടിയുണ്ട്. അപ്പൊ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ്. അപ്പൊ നമുക്ക് 5 കൊല്ലം സുഖമായിട്ട് ഉപയോഗിക്കും ചെയ്യാം. മൈലേജ് ഒരു 18 എന്തായാലും 20-18 വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ വരുന്നത് ഒരു 1:35 1:40 മേജർ കഴിഞ്ഞാണ്. മേജർ ടൈം എഞ്ചിനും കാര്യങ്ങളൊക്കെ മാറിയിട്ടാണ്. നമുക്ക് ഒന്നും നോക്കണ്ട, സുഖമായിട്ട് കൊണ്ടുകൊടുക്കാം. സർവീസ് ചെയ്താൽ മതി. കറക്റ്റ് സർവീസ് നോക്കണം. ഈ ഡീസൽ വണ്ടി ഒക്കെ ആകുമ്പോൾ 10,000 ഓയിൽ ചേഞ്ച് ചെയ്യാം, ഫിൽറ്റർ ചേഞ്ച് ചെയ്യാം, നോക്കാല്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1.95 കിട്ടിയ 1.95. ഒന്നുകൂടെ ഒന്ന് കുറച്ചുകൂടെ അങ്ങനെ എന്തെങ്കിലും മാറ്റം പറ്റി കൊടുക്കാം. വരട്ടല്ല ആളുകൾ വണ്ടികൾ കുറെ ഉണ്ട്. അതേമാതിരി കുറഞ്ഞ വണ്ടികൾ. അപ്പൊ നമുക്ക് ഇതിലേറെ കുറഞ്ഞ വണ്ടികളുണ്ട്, ഇഷ്ടംമാരുണ്ട്. 8 വണ്ടി തന്നെ കുറെ ഉണ്ട്. 8 വണ്ടികളുണ്ട്. അപ്പൊ നിങ്ങൾ ബഡ്ജറ്റ് റേഞ്ചിൽ ഡീസൽ സ്വിഫ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഓൾട്ടോന്റെ പ്രൈസിന് കൊണ്ടുപോകുന്ന വണ്ടി അല്ല? നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന്. ലോൺ 1 ലക്ഷത്തിന്റെ ഉള്ളിലായിട്ട് നമുക്ക് സെറ്റ് ലോൺ ഒക്കെ അത്യാവശ്യം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റൂല. അടുത്തൊരു ഡീസൽ 7 സീറ്റർ എർട്ടിക. നമ്മൾ ഒരു ടാക്സി പരിചയപ്പെട്ടിരുന്നു. ഇത് നമുക്ക് പക്കാ നമുക്ക് പ്രൈവറ്റ് വണ്ടി തന്നെയാണ്. KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ അല്ല? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2012 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 2012 സെക്കൻഡ് ഓണർഷിപ്പ്. വീഡിയോ അല്ലായിരുന്നു? വീഡിയോ ആണ്. നമുക്ക് AC പോസ്റ്റ് സ്റ്റിയറിംഗ്, സെൻട്രൽ AC കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല? നമുക്കൊരു എർട്ടിക നോക്കുമ്പോൾ നമുക്ക് സെൻട്രൽ AC മസ്റ്റ് ആണ്. വരുന്നുണ്ട്. സോ നമുക്ക് ബാക്കിലെ റോലൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് AC വെന്റ് കാര്യങ്ങളെല്ലാം കൂളിംഗ് എല്ലാം കിട്ടും. നമുക്ക് ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 1.5 അടുത്ത് ഓടിയിട്ടുണ്ട്. 1.5. മേജർ സർവീസ് കഴിഞ്ഞാൽ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കയല്ല? മേജർ സർവീസ് റീപ്ലേസ് ഒന്നുമില്ല. നമ്മൾ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3.95 കിട്ടിയ കൊടുക്കാം. 3.95. ഒരു ഓൾട്ടോന്റെ പ്രൈസിന് ഒരു ഡീസൽ 7 സീറ്റർ വണ്ടി അല്ലേ? നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും. ലോൺ 3 ലക്ഷം വരെ ലോൺ 1 ലക്ഷം ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്തൊരു കിടക്കാച്ചി വാഹനമാണ് നമ്മളെ എലൈറ്റ് i20. അതിന്റെ നമുക്ക് അത്യാവശ്യം അൾട്രേഷനും നമുക്ക് കുറച്ച് സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഫാൻസി ടൈപ്പ് നല്ല നമ്പറുമാണ്. കാഞ്ഞങ്ങാടാണ്. അപ്പോൾ കാസർഗോഡിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു നമ്പറും കൊടുത്ത് ഫാൻസി നമ്പറിന് എടുത്തിട്ടുണ്ട് അല്ലെ? അടുത്തതാണ് നമുക്ക് അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലെ? ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോളിലെ ഏറ്റവും ടോപ്പ് എൻഡ് സ്റ്റാർട്ടിങ്. അതേപോലെ ഓട്ടോ AC, LCD സ്ക്രീന്, റിവേഴ്സ് ക്യാം, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കോൾ കൺട്രോൾസ്, അങ്ങനെ A to Z വരുന്നുണ്ട്. റിയർലി AC വെന്റും നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലെ? അത്യാവശ്യം ടയറും. ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2015 മോഡലാണ്. 15 മോഡൽ. കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 1 ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് അല്ലെ? എഞ്ചിൻ മെക്കാനിക്കൽ പക്കയല്ല? നമ്മൾ കൂടുതൽ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അല്ലെ? ഓക്കെ, പക്ക ഹിസ്റ്ററിയുള്ള വണ്ടി, സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു
5 ലക്ഷം ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റം പറ്റി കൊടുക്കും. മാറ്റം വരുത്തി ആളുകൾ വന്നാൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ്? 4 ലക്ഷം വരെ ലോണും കയറും. 4 ലക്ഷം രൂപ. ചെറിയ മാറ്റങ്ങളൊക്കെ വരും. ചിലപ്പോൾ 4 തന്നെ കയറി വരും. ട്രാക്കൊക്കെ കൂടാം. നമുക്ക് ഇതിന് മൈലേജ് എത്ര പ്രതീക്ഷ? മൈലേജ് എന്തായാലും ഒരു 16, 17, 18 വരെ അതിന്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കുകയും ചെയ്യാം. അടുത്ത വീണ്ടും നമുക്ക് റിഡ്സ് ഇല്ല. ലാസ്റ്റ് പാർട്ട് നമ്മൾ ഡീസൽ റിഡ്സ് ഉണ്ടായിരുന്നു. ഇത് ഡീസലാണ്. അത് ഡീസൽ തന്നെയാണ്. ഡീസൽ തന്നെയാണ്. ന്യൂ മോഡൽ 12 ആട്ടോ. 12 ന്യൂ മോഡൽ. 12 ലാസ്റ്റിലാണ് ന്യൂ മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ന്യൂ മോഡലാണ്. നമുക്കിത് കാഞ്ഞങ്ങാടിന് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് 2ാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഓക്കെ. കിലോമീറ്റർ LDA കൺവേർട്ടഡ് VD ആണ്. ഓക്കെ. 4-door പവറിന്റെ ചെയ്തിട്ടുണ്ട് അല്ലേ? കമ്പനി കസ്റ്റമർ ചിലപ്പോൾ ഇത് വീഡിയോ അയച്ചിട്ട് ചോദിച്ചിട്ട് കാര്യം വരിക. അപ്പൊ നമ്മൾ ആദ്യം വീഡിയോയിലും കാണിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അതിന്റെ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 2,65,000 കൊടുക്കും. 265 2012 ന്യൂ ടൈപ്പ് ഡീസൽ വണ്ടി അല്ലേ? നമുക്ക് ഓട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഓട്ടം 1:35-40 സർവീസ് കഴിഞ്ഞ മെക്കാനിക്കൽ നല്ല എഞ്ചിനാണ്. ഓക്കെ. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. 2 ലക്ഷം ലോണും കയറും. 65 രൂപ ഡീസൽ വണ്ടി കൊണ്ടുപോകും. 18-20 മൈലേജ്. അടുത്ത തവണ ഒരു ബഡ്ജറ്റ് വണ്ടി നാനോ അല്ല? നാനോ. ഇത് ഓട്ടോമാറ്റിക് ആണ്. ടെസ്റ്റും ആണ് വണ്ടി. അല്ലേ? ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. നമുക്ക് നല്ല കിട്ടുന്ന നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ വണ്ടി. ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ. നിങ്ങള് ലേഡീസിനൊക്കെ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ചെറിയ ബഡ്ജറ്റില് നല്ല സുഖമാണ്. മൈലേജും കിട്ടുള്ളത്. മൈലേജ് അത്യാവശ്യം 16-17 കിട്ടും. എന്തായാലും കിട്ടും ചെയ്യും. 16 പറഞ്ഞാൽ മതി. 15 നമ്മളിപ്പം മാനുവലിന് ചിലപ്പോ അതിലേക്ക് കിട്ടുന്നുള്ളൂ. മാനുവലൊക്കെ 20 കിട്ടും. 20 പക്ഷേ അത്ര ചെറിയ വണ്ടി എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2.10 ചെറിയ മാറ്റം വരുത്തി കൊടുക്കും. 17-18 റേസുള്ള വണ്ടിയാണ്. 17-18 റേസുള്ള മോഡൽ ഉണ്ട്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഇത് 65,000 സർവീസ് ഒക്കെ ഉണ്ടല്ലോ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നില്ല. നമുക്ക് ലോൺ സൗകര്യം കിട്ടും. ലോൺ ഇത് ചെറിയ പൈസ ഒക്കെ നമുക്ക് കയറ്റി കൊടുക്കാം. ഓട്ടോമാറ്റിക്കലി ബാങ്കിന് തരുന്നുണ്ട്. ചെയ്യും ചെയ്യാം. അടുത്ത ഒരു വാഗ്നർ LXI ആണ്. ഓക്കെ. KL23 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ. എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2015 ആണ്. 2015 വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ വരുന്നത് ഇത് 65-70 അങ്ങനെ എന്തൊക്കെ. സ്ക്രീന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, ബാക്കിൽ സ്പോയിലർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 10-45 രൂപ 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകും ചെയ്യും. 10-45 രൂപ നമുക്ക് 15 നമ്മൾ ചോദിക്കണുള്ളൂ. ചെറിയ മാറ്റം വരുത്തി കൊടുക്കും ചെയ്യാം. ഓക്കെ. നമുക്ക് 15 വണ്ടിയില്ല. 15 വണ്ടി മോഡലുണ്ട്. പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ ലോ മെയിൻ്റെനൻസ് ആണല്ലേ? ഇതൊന്നുമില്ല. ഇതിങ്ങനെ കൊണ്ടടക്കുക തന്നെ. കറക്റ്റ് ഓയിൽ നോക്കുക. ഇതങ്ങനെ ചെറിയ എന്തെങ്കിലും ഷേപ്പ് ഒക്കെ ലേഡീസ് ആയതുകൊണ്ട് നല്ല ഡ്രൈവിംഗ് വ്യൂവും കിട്ടും. നല്ല വ്യൂ കിട്ടും. അതേപോലെ നമ്മുടെ ഷേപ്പുകളൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് വല്ലാണ്ട് ചെറിയ സ്പേസിൽ കൊണ്ട് നടക്കും ചെയ്യാം. അപ്പൊ 10-50 രൂപ ഫ്രണ്ട് ഭാഗം മുഴുവൻ കാണും. ഇതാണ് ഈ വാഗ്നറിന്റെ പ്രത്യേകത. ഓക്കെ. അപ്പൊ പിന്നെ പ്രായവർക്കാണെങ്കിൽ നമുക്ക് യാത്ര നല്ല സുഖമാണ്. എന്താ വെച്ചാൽ ഹൈറ്റ് ഉള്ള സീറ്റ് ആണ് വരുന്നത്. ശരിക്കും സ്വിഫ്റ്റിനെക്കാട്ടൊക്കെ ഒന്നുകൂടി ഹൈറ്റ് പൊസിഷനൊക്കെ വരുന്ന ഒരു വണ്ടിയാണ്. ദെൻ അതിന്റെ തൊട്ട് മുമ്പത്തെ മോഡൽ എങ്ങനെയായിരുന്നു? ഇത് 2010 മോഡലാണ്. നല്ല മെക്കാനിക്കൽ വണ്ടി കേട്ടോ. ക്വാളിറ്റി വണ്ടി. അവര് ഒച്ചപ്പാടോ കാര്യങ്ങളോ പുതിയ വണ്ടി ഓടിക്കണമാര് ഇപ്പോഴും 10 വണ്ടി ഓടിച്ചു. ഫുൾ ലോഡ് വണ്ടി VXI ആണ് വരുന്നത്. നമുക്ക് പിന്നെ എല്ലാ ഭാഗവും വർക്കിംഗ് ആണ്. എല്ലാം പക്കയാണ്. എല്ലാ ഭാഗവും ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നല്ല അടിപൊളി എഞ്ചിൻ. ഓക്കെ. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 2,15,000 നമ്മളെ കയ്യിൽ ഫൈനൽ കിട്ടണമെങ്കിൽ കൊടുക്കാം. 2.15 ഫൈനലായിട്ട് റേറ്റ്. നമ്മൾ ചെറിയ വള്ളം കൂടി എടുത്തുള്ള കച്ചവടം അത്ര തന്നെ ഉള്ളത്. നല്ല വണ്ടിക്ക് നല്ല വില തന്നെ കൊടുക്കണം. ഓക്കെ. നമുക്ക് ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാം? ഇത് നമുക്കൊരു 10 ആണ്. ഇത് എങ്ങനെ വന്നാലും ഒരു 10-70 രൂപ ലോൺ ചെയ്തു എന്തായാലും ചെയ്ത് കൊടുക്കാം. അടുത്ത ഒരു റെഡ് വണ്ടി അല്ലേ? ഇതെങ്ങനെയായിരുന്നു? ഇത് 2018 ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് അല്ലേ? അപ്പൊ ഇനി വാഗ്നറിൽ ഓട്ടോമാറ്റിക് സാധാരണ ലേഡീസ് ഒക്കെ തെരഞ്ഞെടുക്കുന്ന ഒരു വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2018 ഇത് ഓട്ടോമാറ്റിക്. വില വരുന്നത് 4 ലക്ഷം രൂപക്ക്. 4 ലക്ഷം വരാൻ കാരണം എന്താ വെച്ചാൽ ചെറിയ റീപ്ലേസ്മെന്റ് വണ്ടിമുണ്ട്. ഫുൾ ലോൺ ആണ്. 4 ലക്ഷം ലോണും കയറും. 4-4.25 കയറുന്നുണ്ട്. അപ്പൊ ഫുൾ ലോൺ കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ചെറിയ റീപ്ലേസ്മെന്റ്. 15-16 മൈലേജും കിട്ടൂല അതിന്? എങ്ങനെ? 15-16 മൈലേജും 15-16 മൈലേജും കിട്ടും. ഓട്ടോമാറ്റിക് ആകുമ്പോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 1-2 കിലോമീറ്റർ കമ്മിയായി നമ്മള് പറഞ്ഞത്. ഓക്കെ. ഓട്ടോമാറ്റിക് പിന്നെ കൊണ്ടെടുക്കുന്നതിന്റെ ഒരു കംഫർട്ട് നമുക്ക് 18 കമ്പനി പറയുന്നുണ്ട്. 15 എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം നമുക്ക് ഫുൾ ഓൺ ചെയ്യും. അടുത്ത ഒരു വാഗ്നറും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ നമുക്ക് ഇത് കയറാം. ഇത് 2010 LXI ആണ്. LXI എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നിരിക്കുന്നത് ഇത് ഒരു 75 ഓടിയിട്ടുള്ളത്. 75
ബോഡിയൊക്കെ പക്കാ ബോഡിയൊക്കെ എല്ലാം വാങ്ങുന്നു നല്ല നീറ്റാണ്. നമുക്ക് ഇന്റീരിയർ നീറ്റാണ്. LCD സ്ക്രീനൊക്കെ വരുന്നുണ്ട്. ആക്സിഡന്റ് ക്രൈം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നമ്മൾ എത്ര ചോദ്യം? ഇത് നമുക്കൊരു 1.95 ഫൈനൽ കിട്ടിയാ കൊടുക്കാം. 1.95 നമുക്ക് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഇതുപോലെ ഒരു 1 lakhന്റെ അടുത്ത് ഉള്ളിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. ആയിരിക്കും ചിലപ്പോൾ ബാങ്ക് ആയിരിക്കും. ബാങ്ക് ഒരു വിധം ബാങ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. 10,000 ചില ബാങ്കുകൾ കൊടുക്കും. നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു രൂപയ്ക്ക് സുഖമായിട്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ടില് സണ്ണി പരിചയപ്പെടുന്നത്. ഇതിൽ തവണ നമുക്ക് 2 സണ്ണികൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇതെങ്ങനെയായിരുന്നു? ഡീസലിനല്ലേ? ഡീസലാണ്. മൈലേജ് ഡെയിലി യൂസ് ഒക്കെ നോക്കുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. നല്ല സ്പേസും ആണ്. ഇതേതായിരുന്നു മോഡൽ? 2013 XL ആണ്. XL ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങിന്റെ കമ്മി ഉണ്ടാവും. ബാക്കി എല്ലാം പക്കയാണ്. റിയറിൽ നമുക്ക് AC വെന്റ്, AC കൺട്രോള് കാര്യങ്ങളെല്ലാം വരുന്നില്ല. ഒരു 20, 22, 24 വരെയൊക്കെ മൈലേജ് നമുക്ക് ഏറ്റാ മതി. നമ്മൾ 2 കിലോമീറ്റർ കുറച്ചേ പറയുള്ളൂ. കിട്ടാൻ നിങ്ങൾ പറഞ്ഞ കിട്ടുന്നുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയായിരുന്നു. ഒറിജിനൽ കേരള. എത്ര നമ്മൾ ചോദ്യം? ഇത് 3.15 കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. 3.15. ലോൺ എത്ര വരെ ചെയ്യാം? ലോൺ നമുക്ക് ഒരു 2-2.25 ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇത് ഓൺഷിപ്പ് രണ്ടാമത്തെ ഓൺഷിപ്പ്. കിലോമീറ്റർ വന്ന് 1.13 2013 മോഡൽ. ഇതാണ് വീണ്ടും നമുക്കൊരു സണ്ണി. 2012 ആണ്. 2012 റീ രജിസ്ട്രേഷൻ ആണ്. പക്ഷെ വണ്ടിന്റെ മെക്കാനിക്ക് നല്ല മെക്കാനിക്കൽ വണ്ടി എടുത്തിട്ടാണ്. പക്ഷെ കേരളത്തിൽ എത്തിയിട്ട് അത്യാവശ്യം 2018 വരുന്നത്. അപ്പൊ നമുക്ക് ആ സമയത്ത് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. 5-6 കൊല്ലായിട്ട് കേരളത്തിൽ ഓടിക്കളിക്കുന്ന നല്ല വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു ഓപ്ഷൻ ഒക്കെ? ഇത് 2012 XB തന്നെയാണ്. ഇത് സെയിം ഓപ്ഷൻ. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ വന്നിങ്ങനെ 1.25 1.5 ഉള്ളിലാണ്. അധികം മെക്കാനിക് കണ്ടിട്ട് നമുക്ക് ഇത് പക്കയാണെന്നുള്ള കിലോമീറ്റർ. രജിസ്ട്രേഷൻ ആയതുകൊണ്ട് നമ്മൾ 100% ഗ്യാരണ്ടി ഏൽക്കുന്നില്ല. നല്ല കൊണ്ടെടുക്കാം. ചോദ്യം ഇത് നമുക്കൊരു 2.65 കിട്ടിയ കൊടുക്കാം. ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഇത് നമുക്കൊരു 1.5 റുപ്യൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. 1.5 റുപ്യൊക്കെ ലോൺ ചെയ്യാൻ പറ്റില്ല. അടുത്തൊരു വലിയ വണ്ടി ചെറിയ പൈസക്ക്. അതാണ് നമ്മുടെ വോക്സ് വാഗൻ വെന്റോ. ഇതെങ്ങനെയായിരുന്നു മോഡല്? ഇത് 2012 മോഡലാണ്. 2012 മോഡല്. ഇത് 2.65 നമ്മൾ ചോദിക്കുന്നത്. ചെറിയ മാറ്റം വരുത്തിട്ട് കൊടുക്കും. 2.65 ചോദിക്കുന്നത്. ചെറിയൊരു മാറ്റം. ഒരു 1.5 റുപ്യൊക്കെ ലോണും കയറി. 1.5 റുപ്യൊക്കെ ലോണും കയറാം അല്ല? വലിയൊരു വണ്ടിയാണ്. ലക്ഷങ്ങൾ എത്ര ഇതിന് വണ്ടി ഇറങ്ങി? വണ്ടിക്ക് വില ഉണ്ട്. പക്ഷെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ചെറിയ മാറ്റം വന്നോണ്ടേ നമുക്ക് ലോണൊക്കെ ചെയ്യാൻ പറ്റും. ചെറിയൊരു 1.5 റുപ്യ ലോണൊക്കെ ചെയ്തെടുക്കാം. ആണത് ബോഡി വെയിറ്റ് എന്നൊക്കെ പറഞ്ഞത് തന്നെയാണ് അല്ലെ? മൈലേജും ഉണ്ടാവും അല്ലെ? പക്കയാണ് വണ്ടി. ഓട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 1.35 എഞ്ചിന് മെക്കാനിക്കൽ വണ്ടിയാണല്ലേ? അടുത്ത ഡാറ്റ്സ് തന്നെ ഗോണ് പ്ലസ് അല്ലല്ലോ? നീളമല്ല 5 സീറ്റർ KL55 തിരൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2014 മോഡലാണ്. 14 മോഡൽ. പെട്രോൾ അല്ല വരുന്നത്? പെട്രോൾ. മൈലേജ് ഒക്കെ എത്ര? മൈലേജ് ഇതൊരു 16-17 കിട്ടും. 18 കിട്ടുന്നുണ്ട് പറഞ്ഞിട്ട് നമ്മൾ 16-17 ഏറ്റാ മതി. എത്ര നമ്മളെ ചോദ്യം? ഇത് നമുക്കൊരു 1.65 കിട്ടിയ കൊടുക്കാം. 1.65 മാക്സിമം ഫുൾ ഓണും കയറും. നല്ല വണ്ടിയാണ് കൊണ്ടെടുക്കാൻ. അൾട്ടൺ ഇതേ കാറ്റഗറിയുടെ വില വരുന്നുള്ളൂ. 14. പിന്നെ നമുക്ക് മൈലേജും ഉണ്ടാവും. നല്ല മെയിൻ്റെനൻസും കുറവാണ്. ഒന്നുകൂടി സ്പേസ് ഉള്ള വണ്ടിയാണ്. അതാണ് വീണ്ടും നമ്മള് സ്വിഫ്റ്റ്. ഇതൊന്നും ചെറിയ അഡ്വാൻസ് ആക്കിയാണ്. 13-14 റേസറുള്ള വണ്ടിയാണ്. എന്നാ നമുക്ക് പോട്ടെ. അടുത്ത തവണ നമുക്കൊരു 800 മെക്കാനെ പിടിക്കാം അല്ലെ? ഈ ഷിഫ്റ്റിന്റെ അഡ്വാൻസ് ആക്കി പോണാണ്. കുഴപ്പമില്ല. റേറ്റ് ഒന്ന് പറഞ്ഞാണ്. അത് എങ്ങാനും ക്യാൻസൽ ആവാൻ? ഇത് 3,65,000 ആൾക്ക് നോക്കിയാൽ സിവിലൊക്കെ ഏകദേശം കറക്റ്റ് ആണ്. 3.65 നമ്മൾ ഷിഫ്റ്റ് കൊടുക്കുന്നത്. നല്ല മെക്കാനിക്കൽ വണ്ടി. അടുത്ത നമ്മൾ 800 അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2018 ആണ് വണ്ടി. 18 വണ്ടി അല്ലേ? ഇന്ത്യയിലൊക്കെ കിടുവാണല്ലോ. നല്ല വണ്ടിയാണ്. നല്ല വണ്ടി അല്ലേ? നല്ല നമ്മളാ ഡോറൊക്കെ ലോക്ക് ചെയ്യുമ്പോഴൊക്കെ പക്ക ഫിനിഷിംഗ് ഉണ്ട്. അല്ല ഹൈ ക്വാളിറ്റി വണ്ടി. മോഡല് കാര്യങ്ങൾ? ഇത് 2018 2,85,000 നമുക്ക് കൊടുക്കാം. 2 റുപ്യന്റെ അടുത്ത് ലോണും കയറേണ്ടിരുന്നു. 10-35 റുപ്യ. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് രണ്ടാമത്തെ ഓൺഷിപ്പിലാണ് വണ്ടിയിൽ. കിലോമീറ്റർ 74 ആണ്. 74 ആക്സിഡന്റ് ക്ലെയിം മേജർ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്ന KL13 കണ്ണൂർ രജിസ്ട്രേഷൻ. അൾട്ടോന്റെ പൈസ ഒക്കെ നമ്മൾ കൊടുക്കുന്ന റിയാസ് ഭായി. അൾട്ടോന്റെ പ്രൈസിന് ഇതൊരു 1.65 നമ്മളെ കയ്യിൽ കിട്ടിയാൽ മതി. പേപ്പർ വർക്കിന്റെ അടുത്തായിക്കണോ നമുക്ക് എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കും ചെയ്യാം. 1.65 LXI നല്ല എഞ്ചിനൊക്കെ സൂപ്പർ. ഒരു പണിയില്ലാത്ത വണ്ടി. പെട്രോൾ അടിച്ചങ്ങനെ ഓടിയാ? പെട്രോൾ അടിച്ചങ്ങനെ ഓടിയാണ്. നമുക്ക് കിലോമീറ്റർ കാര്യങ്ങൾ അൾട്ടോന്റെ പൈസക്ക് റിഡ്സും ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു പ്രൈസ് അതിലാറ് ലെവലും ഉണ്ട്. നമുക്ക് യാത്ര ചെയ്യാനും സുഖമായിരിക്കും.
ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നിരിക്കുന്നത് 80-85 അടുത്തിട്ട് ഓടിയിട്ടുള്ളൂ അല്ലേ? ഓൺഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ കയറ്റം. ഓക്കെ. നമുക്ക് മോഡൽ പറഞ്ഞ 2009 LXi LXi അല്ലേ? പവറിന്റെ കാര്യങ്ങളൊക്കെ കയറ്റിയണം. എല്ലാ ഉപകരണങ്ങളെല്ലാം ഉണ്ട്. അതാണോ മൈലേജ് നോക്കുന്നവർക്ക് ഹോണ്ട സിറ്റി 24 പറയുന്നത്, 20 കൺഫേം പറയാം എന്തായാലും. കെൽറ്റൺ BH റീവണ്ടിയാണോ കേരള വണ്ടിയാണോ? റീവണ്ടിയാണ് അല്ലേ? എന്നായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2014 വരുന്നത് മോഡല്. എസ് ഓപ്ഷൻ ആണ് വരുന്നത്. രജിസ്ട്രേഷൻ മെക്കാനിക്കലൊക്കെ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് കാര്യങ്ങൾ. കമ്പനി 9-inch ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് അല്ലേ? മൈലേജും ലോൺ ഒരു 3-3.5 അടുത്തിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. 3-3.5 അടുത്ത് 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്യണമെങ്കിൽ ലോൺ ആവശ്യമുള്ള മാത്രമേ ഇതാണ് നമ്മൾ പറഞ്ഞുള്ള കൂട്ടത്തില്. ചിലവര് നമ്മൾ ലോണിന് അധികം പ്രോത്സാഹിപ്പിച്ചു നമുക്ക് ആ പ്രോത്സാഹിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഇല്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 460 കിട്ടും. 460. അതായത് ഒരു വാഗണറിന്റെ പ്രൈസിന് ഒരു ഡീസലിലെ ഒരു സിറ്റി സെഡാന് കൊണ്ടുപോകും. നല്ല വണ്ടി, ശരിക്കും നമ്മളൊരു ഫാമിലി ചൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നമുക്ക് നല്ലൊരു ഒരു 4 മീറ്റർ വണ്ടിയാണ്. ലോങ് ഡ്രൈവിനൊക്കെ പക്ക വണ്ടി. നല്ല വണ്ടി, ഓടിക്കാൻ നല്ല സ്മൂത്ത് ആണ്. ഒരു 1.5 സംതിങ് സുഖമായിട്ട് നമുക്ക് വണ്ടി. അടുത്തവണ റിഡ്സ് വീണ്ടും ഡീസലാണല്ലേ? ഏതായിരുന്നു മോഡല്? 2009 വീഡിയോ ആണ്. സെക്കൻഡ് സർവീസ് ബുക്ക് ഒക്കെ ഉള്ള വണ്ടിയാണ്. നമ്മൾ പെരുന്തൽമണ്ണ രജിസ്ട്രേഷൻ വണ്ടിയാണ് അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ? ഇത് നമുക്കൊരു കിലോമീറ്റർ വന്നിട്ട് 1.46 അങ്ങനെ എന്തൊക്കെയാണ്. ഓക്കെ. എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കല്ലേ? മേജർ സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ്. വീഡിയോ ആണ് അല്ലേ? 2 വട്ടം മേജർ സർവീസും കാര്യങ്ങളൊക്കെ കറക്റ്റ് കഴിഞ്ഞിട്ടുണ്ടോ? ടൈമിംഗ് ചിലപ്പോൾ 2 വട്ടം വരാൻ ചാൻസ് ഇല്ല. 1.46 ഒരു വട്ടം ടൈമിംഗ് ചെയ്യാനും മാറിയിട്ടുണ്ടാവും. ഓക്കെ. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 2.5 കിട്ടിയാ കൊടുക്കാം. 2.5 നമുക്ക് എഞ്ചിന് മെക്കാനിക്ക് നല്ല എഞ്ചിനാണ്, നല്ല ബോഡി ഉണ്ടല്ലോ. സെൻട്രൽ ലോക്കും മറ്റേതൊക്കെ എല്ലാ ഫിറ്റിംഗ്സും ഉള്ള എല്ലാം വരുന്നുണ്ട്. ടയറും ഉണ്ട് അല്ലേ? എത്ര നമ്മൾ ചോദിക്കണത്? ഇത് 2.5 കിട്ടിയാ കൊടുക്കാം. 2.5 ഒരു ഓൾട്ടോന്റെ പ്രൈസിന്. ഏകദേശം നല്ല രസമുള്ള കളറാണല്ലോ. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഇത് ലോണ് മാക്സിമം എന്റെ ഒരു 1 lakhന്റെ അടുത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. 1 lakhന്റെ അടുത്ത് നമുക്ക് വണ്ടി ലോണും കിട്ടൂല. അപ്പൊ അതാണ് നമ്മളിന്ന് രണ്ടാമത്തെ പാർട്ട് ഇവിടെ നമ്മള് താൽക്കാലികമായി നിർത്തുന്നത്. അടുത്തൊരു പാർട്ടിൽ നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടികൾ, A-സ്റ്റാറുകൾ, അതേപോലെ റിഡ്സ് വരുന്നുണ്ട്, വാഗ്നർ വരുന്നുണ്ട്. ചെറിയ പൈസന്റെ നമുക്ക് സ്വിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി പാർട്ട് അടുത്ത ദിവസം തന്നെ വരുന്നുണ്ട്. താഴെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് റൈറ്റ് ചോയ്സിലേനും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് അർഷാക്ക സൈനിങ് ഓഫ്.